ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSE 2024 സ്കീമിലെ ഒരു അടിപൊളി സബ്ജക്റ്റ് ആണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അഥവാ ഊപ്സ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു വിഷയത്തിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഇതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ എഴുതിയ എക്സാം പോലെയല്ല. ഇവിടെ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോർമലി എക്സാംസ് എഴുതിയിരുന്നത് ഔട്ട് ഓഫ് 60 മാർക്സിനാണ്. അതായത് 3 മാർക്കിന്റെ സെക്ഷൻ, അതായത് ഓരോ മോഡിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ച് 8 × 3 ദെൻ കംസ് 9 മാർക്സിന്റെ 4 മോഡിൽ നിന്നും, അങ്ങനെ ടോട്ടൽ നമ്മൾ 60 മാർക്സിനാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. ഈ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഊപ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിവിടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മാർക്സ് വരുന്നത് തന്നെ ഔട്ട് ഓഫ് 40 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 മാർക്ക് അല്ല നമുക്ക് വരുന്നത്, 2 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ്, 2 ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതുപോലെ തന്നെ 6 മാർക്കിന്റെ ഓരോ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ സെറ്റ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 40 മാർക്സ് ആണ് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. സോ ഇവിടെ 16ഉം ഇവിടെ 24ഉം വരും. സോ ഇതെല്ലാം നമ്മൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് ആദ്യം അറിഞ്ഞിരിക്കുക. ആൻസറുകൾ നമ്മൾ എഴുതുമ്പോൾ അക്കോർഡിംഗ് ടു മാർക്ക് എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സമയത്തെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ടോപ്പിക്സിലേക്ക് പോകാം. സോ നമുക്കിവിടെ 3 സെക്ഷൻ ആയിട്ടുണ്ട് എന്ന് കാണാം. ഇൻട്രൊഡക്ഷൻ ടു ജാവ, ഊപ്പ് കൺസെപ്റ്റ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇതിൽ നിങ്ങൾ ഒരു കാരണവശാലും വിടാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ് ഇത്. ഊപ്സ് കൺസെപ്റ്റ് ഒരു കാരണവശാലും വിടരുത്. ദിസ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദി സബ്ജക്ട് ഇറ്റ് സെൽഫ്. നിങ്ങൾ എന്തിനാണ് ഊപ്സ് പഠിക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആണ് ശരിക്കും ഈ ഒരു പോർഷൻ. കാരണം നിങ്ങൾ ജാവ മാത്രമല്ല ഊപ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത്, പല ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ് ഈ പറയുന്ന ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു പോർഷൻ. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രീവിയസ് ഇയറിൽ നമ്മുടെ 2019 സ്കീം വെച്ച് നോക്കുമ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങളുടെ സിലബസിലും ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റത്തെ ഏരിയയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമാൻഡ് ലൈൻ പ്രോഗ്രാംസ് ചോദിക്കാം. അതുപോലെ തന്നെ ജാവ കമ്പൈലർ, ജാവ വിർച്വൽ മെഷീൻ, ഇവയുടെ വർക്കിംഗ്സ്. ബാക്കി ഈ ഒരു ഏരിയയിൽ വരുന്ന ഭൂരിഭാഗം സംഭവങ്ങളും സി പ്രോഗ്രാം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് ഈസിയർ ആയിരിക്കും. കാരണം ഏതാണ്ട് അതിന്റെ തന്നെ ഒരു സിമിലാരിറ്റി കാണിക്കുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ ഉള്ളത്. സി പ്രോഗ്രാമിൽ വരുന്ന അതേപോലത്തെ ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ കൂടുതൽ കാണാൻ കഴിയുക. സോ അതൊരു എന്താ പറയാ, നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഏരിയ. കാരണം ഈ പറഞ്ഞ പോലെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ അറേ, സ്ട്രിംഗ്, വെക്ടർ ക്ലാസ് ഒരു പുതിയ സംഭവമായിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക്, ബിറ്റ് വൈസ്, റിലേഷണൽ, ബൂലിയൻ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, സോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, ഇഫ്, എൽസ്, അതുപോലത്തെ സംഭവങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ്സസ് ആണ്. കോഴ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ക്ലാസ്സസ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ക്ലാസ്സസ് എന്തായാലും പഠിക്കണം, കാരണം അതും അതിന്റെ ബാക്ക് ബോൺ ആണ്. ക്ലാസ്സസ്, അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, ഇന്റർഫേസസ്. ഇന്റർഫേസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ, ഇത് ഊപ്സ് ഇൻ ജാവ പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. ഒരു കാരണവശാലും വിടാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് ഡിക്ലയറിംഗ് ഒബ്ജക്ട്, ഒബ്ജക്ട് റെഫറൻസ്. ഒബ്ജക്ട് എന്ന് പറയുന്ന ടോപ്പിക് ഇറ്റ്സെൽഫ്, ക്ലാസ്, ഒബ്ജക്ട്, ഇവര് രണ്ടുപേരും ഭയങ്കര ഇന്റർ കണക്ഷൻ വരുന്ന ആൾക്കാരാണ്. സോ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോക്കോളൂ. മെത്തേഡ്സ്, ഇൻട്രൊഡക്ഷൻ ടു മെത്തേഡ്സ്, നമ്മൾ ഇതിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു കൈൻഡ് ഓഫ് ഫംഗ്ഷൻ കോൾ പോലെ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ നെവർ സ്കിപ്പ് ഇറ്റ്. കൺസ്ട്രക്ടേഴ്സ് അതുപോലെ തന്നെ വിടാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ്. അതിന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ്സിനും കൺസ്ട്രക്ടറിനും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമ്മുടെ 2019 സ്കീമിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് കീവേഡ്, കീവേഡുകളെല്ലാം പഠിച്ചു പോക്കോളും. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ദിസ് കീവേഡ് നമ്മൾ കൺസ്ട്രക്ടേഴ്സിന്റെ ഒരു ഏരിയയിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ അതും പഠിക്കുക. കമ്മിങ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ, നമുക്കിവിടെ പറയാനുള്ളത് മെത്തഡ് ഓവർലോഡിങ്, മെത്തഡ് ഓവർ റൈഡിങ്. നെവർ സ്കിപ്പ് ദാറ്റ് ടോപ്പിക്. ഇത് കമ്പയർ ചെയ്ത് ചില സമയത്ത് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ 2019 സ്കീമിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓവർലോഡിങ് അതുപോലെ തന്നെ മെത്തഡ് ഓവർ റൈഡിങ്, രണ്ടും രണ്ട് സംഭവങ്ങളാണ്. സോ പഠിച്ചിട്ട് തന്നെ പോവുക. രണ്ട് കാറ്റഗറി പെട്ടതാന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒന്ന് പോളിമോർഫിസത്തിന്റെ ഏരിയയിലാണ് വരുന്നത്,
പോളിമോർഫിസം, റൈറ്റ്. മറ്റൊന്ന് വരുന്നത് ഇൻഹെറിറ്റൻസിന്റെ ഏരിയയിലാണ്. രണ്ടും രണ്ട് ഊപ്സ് കൺസെപ്റ്റ് ആണ്. ഇൻഹെറിറ്റൻസ്. ഓക്കെ. സോ ഇത് രണ്ടും എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ യൂസിങ് ഒബ്ജക്റ്റഡ് പാരാമീറ്റേഴ്സ് റിട്ടേണിങ് ഒബ്ജക്ട് റിക്കേർഷൻ. ഓക്കെ, കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെന്തായാലും പഠിച്ചു പോയിക്കോളൂ. 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണിത്. 2 മാർക്സിന് മേ ബി കൂടുതൽ മാർക്കിന് ചോദിക്കാം. ഞാൻ സ്റ്റാറ്റിക് ഫൈനലിന്റെ ഇതിലൊക്കെ കാര്യങ്ങൾ കണ്ടിരിക്കുന്നത് കൂടുതലും 2 മാർക്സിനായ, ലൈക്ക് നമുക്ക് 3 മാർക്സിനായിരുന്നു. സോറി, 3 മാർക്സിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. പിന്നെ ഇൻഹെറിറ്റൻസിൽ വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ സംതിങ്. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് അവോയ്ഡ് ചെയ്യരുത്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കൊക്കെ, ഞാനൊരു 4th ഇയർ സ്റ്റുഡന്റ് ആണ്, സോ അതിനോ എത്രത്തോളം ആവശ്യം വരുന്നത്. സൂപ്പർ ഫൈനൽ കീവേഡ്സ് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് കീവേഡുകളാണ്. സോ നെവർ സ്കിപ്പ് ദാറ്റ്. ഇതിവിടെ രണ്ട് പറയുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് പഠിക്കാൻ പറ്റിയാൽ നല്ലത്. ചോദിച്ചേക്കാം, പ്രൈവറ്റ് ഏരിയസിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ടോപ്പിക്സ്. ബാക്കി ടോപ്പിക്കുകളെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് തന്നെ പോവുക. സോ കമ്മിങ് ടു ദ തേർഡ് മൊഡ്യൂൾ, കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ട ഒരു മെയിൻ ടോപ്പിക്കാണ് പാക്കേജസ്. പാക്കേജസ് എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും, അതും കുറച്ച് എളുപ്പമാണ് അത് ഹാൻഡിൽ ചെയ്യാൻ. അതിലും കൂടുതൽ പഠിച്ചിട്ട് പോകേണ്ടത് ഇമ്പോർട്ടിംഗ് ഓഫ് പാക്കേജ് ആണ്. കൂടുതൽ ഞാൻ ചോദിച്ച് കണ്ടിരിക്കുന്നത് ഇമ്പോർട്ടിംഗ് ഓഫ് പാക്കേജസ്, എങ്ങനെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, ആ ഒരു ഫുൾ പ്രോസസ്. അതിൽ ഇത് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞെന്നുള്ളൂ. ഫുൾ പ്രോസസ്സ് പഠിച്ചു പോകാൻ പറ്റിയാൽ ഇറ്റ്സ് ടു ബെറ്റർ. സോ അതൊന്ന് നോട്ട് ചെയ്തോളുക. ഇന്റർഫേസസ്, നമ്മൾ അബ്സ്ട്രാക്ട് ഇന്റർഫേസസ് രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അത് രണ്ടും അബ്സ്ട്രാക്ട് ഞാൻ ഇവിടെ പറഞ്ഞില്ല. അബ്സ്ട്രാക്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്. ഓക്കെ. ഇന്റർഫേസസ്, അബ്സ്ട്രാക്ട്, ഇതിന്റെ കമ്പാരിസൺ ആൻഡ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാൻ പറ്റിയ എന്താണ്, ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ എന്തായാലും പഠിക്കണം. ഇംപ്ലിമെന്റേഷൻ, അക്സസിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അക്സസിങ് ഇംപ്ലിമെന്റേഷൻ ത്രൂ ഇന്റർഫേസ് റെഫറൻസസ്. എക്സ്റ്റെൻഡിങ്ങും പഠിച്ചു പോയാൽ നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഇത് രണ്ടും എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാക്ക് മെത്തേഡ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കും, കാരണം ഇത് രണ്ടും ഏതാണ്ട് സിമിലർ ആണ്. സോ ഡിഫറൻസ് ക്ലിയർ ചെയ്യാൻ പറയും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. വൈ? ബിക്കോസ് മൂന്ന് കാര്യങ്ങൾ പഠിക്കാം: ട്രൈ, ക്യാച്ച്, ഫൈനലി. അതായത് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ട്രൈ എന്ന് പറയുന്നതിനുള്ളിൽ നമ്മൾ കോഡുകൾ എഴുതും. ഇഫ് എനി എറർ ഉണ്ടായാൽ നമ്മൾ ക്യാച്ച് എന്ന് പറയുന്ന കീബോർഡ് വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് എടുക്കും. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എല്ലാ എക്സിക്യൂഷൻ തീർക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കോഡുകൾ എഴുതും. ഇതാണ് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇത്ര സിമ്പിൾ ആണ് ഇതിന്റെ കൺസെപ്റ്റ്. അതിന്റെ ഏരിയകളെല്ലാം പഠിച്ചു പോകാൻ പറ്റിയാൽ, ഓഫ് കോഴ്സ് അബൌട്ട് ട്രൈ, ക്യാച്ച്, ക്ലോസ്, ത്രോസ്, ഫൈനലി, ബ്ലോക്ക്, ജാവ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻ, കസ്റ്റം എക്സെപ്ഷൻ, ഇത് രണ്ടും രണ്ട് ഏരിയാസിൽ വരുന്നതാണ്. എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സെപ്ഷൻ. സോ അപ്പൊ അതെന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെ 2019 സ്കീമിൽ ഞാൻ പഠിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു ഏരിയ. സോ പക്ഷെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് രണ്ടുമാണ് മാറി മാറി ചോദിച്ചിരിക്കുന്നത്. സോ ഡിസൈൻ പാറ്റേൺസ്, സിംഗിൾട്ടൺ ആൻഡ് അഡാപ്റ്റർ, അത് രണ്ടിന്റെയും കോഡ് തന്നെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അഡാപ്റ്റർ മെത്തേഡ്, അഡാപ്റ്റർ കോഡ് തന്നെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ അഡാപ്റ്റർ, സിംഗിൾട്ടൺ. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല, കാരണം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതാണ് എനിക്കിതിൽ ആകെ പറയാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ. ബിക്കോസ് 2019 സ്കീമിൽ ഇത് ഇല്ലായിരുന്നു. സോ ട്രൈ ടു ക്യാച്ച് ഇറ്റ്. ഇതിപ്പം ഇല്ലെങ്കിലും ബാക്കി ഇത് ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇൻ കേസ് ഒരു ഓർ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കേസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് മതിയാവും. കമ്മിങ് ടു ദ ലാസ്റ്റ് മോഡ്യൂൾ, ഇവിടെ ഫുൾ അബൌട്ട് ഡിസ്കസിങ് അബൌട്ട് ദ UI. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ JDBC, ഡാറ്റാബേസ് കണക്ഷൻ, ജാവ ഡാറ്റാബേസ് കണക്ഷൻ. ഇതിൽ നിങ്ങൾ ഈ ഒരു ഏരിയ നോക്കണ്ട എന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ നിന്ന്. ബിക്കോസ് ഫോർ പ്രൊജക്ട് ഓൺലി, നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ട്. സോ പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് വേണ്ട എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം സ്വിങ്, AWT, ഇത് രണ്ടും ഓഫ് കോഴ്സ് പഠിച്ചിട്ട് പോകണം. അതിന്റെ മാക്സിമം പഠിക്കാൻ പറ്റുന്നത്ര പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു ടോപ്പിക്കാണ് ഓക്കെ, സ്വിങ് കീ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോയാൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്.
MVC നെവർ സ്കിപ്പ് ദിസ് ടോപ്പിക്. ഇത് നിങ്ങൾക്ക് ജാവയിൽ മാത്രം, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിന് വേണ്ടി മാത്രമായിട്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾ ഈ MVC എന്ന് പറയുന്ന ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയാ, നിങ്ങൾ ജാവയിൽ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇനി ഡാറ്റാബേസുകൾ പഠിക്കാം, ഒരു വെബ് ആപ്ലിക്കേഷൻസ് പഠിക്കാം. നിങ്ങൾ ഇനി നിങ്ങൾക്ക് 2 കൊല്ലം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ആവശ്യം വരുന്ന സാധനമാണ് MVC. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് MVC. സോ ഐ നോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്. ഞാനത് റിയൽ എക്സാമ്പിൾ ആയിട്ടൊരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് പറയുന്നത് ഇറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ് എക്സാമിന് വേണ്ടി. ഇൻ ദ വ്യൂ ഓഫ് എക്സാം അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. സോ നെവർ എവർ സ്കിപ്പ് ദിസ് ടോപ്പിക്. നിങ്ങൾ അത് എന്തായാലും പഠിക്കണം. ഇവിടെയാണ് അതിന്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാറ്റിക്സ് വരിക. പിന്നെ കോമ്പോണൻസ് ആൻഡ് കണ്ടെയ്നേഴ്സ് ഓഫ് സ്വിങ്ങിന്റെ കോമ്പോണൻസും കണ്ടെയ്നേഴ്സും പഠിച്ചു നോക്കുക. കോമ്പോണൻസ് ആൻഡ് കണ്ടെയ്നേഴ്സ് അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചോളൂ. അത് ആവശ്യം വരുന്ന ഒരു ഏരിയ ആണ്. സ്വിംഗ് പാക്കേജസ് പഠിച്ചോളൂ, അതും നല്ലൊരു ഏരിയ ആണ്. ഈവന്റ് ഹാൻഡ്ലിംഗ് നോർമലി തന്നെയാണ്, കുറച്ച് വ്യത്യാസം എന്തേ ഉള്ളൂ. ജെ ഫ്രെയിം, ജെ ലേബൽ, ജെ ടെക്സ്റ്റ് ഫീൽഡ്, ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ആണ്. അതും പഠിച്ചിട്ട് പോകുക. ഓക്കെ. ബട്ടൺസും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് പ്രോഗ്രാം ആണ് ചോദിക്കുക. മോസ്റ്റ്ലി ഇവിടെ ചോദിക്കുന്നത് പ്രോഗ്രാം ആണ്. GUI പ്രോഗ്രാം ആണ് ചോദിക്കുക. യൂസർ ഇന്റർഫേസിന്റെ പ്രോഗ്രാം ആയിട്ട് ചോദിക്കും. സോ പ്ലീസ് അതൊന്ന് നോട്ട് ചെയ്ത് പോകാൻ. ലൈക്ക് അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ ടോപ്പിക് ആയിട്ട് പഠിക്കണം. ഇതിന്റെ പ്രോഗ്രാമുകൾ കുറച്ച് പഠിച്ചിട്ട് പോവുക. അതാണ് ഞാൻ തരുന്ന ഒരു ഉപദേശം. കാരണം ഇതെല്ലാം ചോദിക്കും ലൈക്ക് ഇതെല്ലാം ഇതിലെല്ലാം എന്താ പറയാ ടോപ്പിക്സും വന്നില്ലേ നിങ്ങൾ ചോദിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സ്വിങ് ഏരിയാസ് കൂടുതലും വരുന്നത് ഇതും കോമ്പോണൻസ് അതിന്റെ കണ്ടെയ്നേഴ്സ് അതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇടുന്നത് കൂടുതലും GUI പ്രോഗ്രാമിനാണ് ആവശ്യം വരിക. ഇങ്ങനെ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം. പിന്നെ ലൈക്ക് ഞാൻ എന്റെ എക്സാമിന് പഠിക്കാണ്ട് പോയ ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞ JDBC. ബിക്കോസ് എനിക്ക് പഠിച്ചെത്താൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് അത്ര ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബട്ട് അതിൽ ഈ പറഞ്ഞ പോലെ കണക്ഷൻ ആണ് ഈ പറഞ്ഞ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, SQL ഫണ്ടമെന്റൽസ്, അതൊക്കെയാണ് നമുക്ക് കോമൺ സ്റ്റെപ്സ്. ഇതൊക്കെയാണ് ഇതിലെ ഈ ഒരു ഏരിയനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കാണുന്നത് ഇവിടെയൊക്കെയാണ്. കാരണം ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും പഠിച്ചിട്ട് പോകണം. കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ അതെന്തായാലും അതെന്തായാലും പഠിച്ചു പോവുക. JDBCയുടെ കോമ്പോണൻസ് പഠിച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ അതിന്റെ മേളത്തെ ഏരിയയില് ഈ പറഞ്ഞ പോലെ ഞാൻ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ഇതിന്റെ കറക്റ്റ് ഇതായിട്ട് അറിയില്ല. ഇതാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. ഞാൻ ലാസ്റ്റ് എക്സാമിന് കയറുന്നതിന് മുന്നേ അങ്ങോട്ട് പഠിച്ചിട്ട് പോയ ടോപ്പിക്കാണ്. സോ എനിക്കതാണ് ഓർമ്മയുണ്ടത്. പിന്നെ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഈവന്റ് ക്ലാസ്സസ്, സോഴ്സ് ഓഫ് ഈവന്റ്സ് ഒക്കെയാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ ഒന്ന് പഠിച്ചു പോവാൻ നോക്കുക. സോ ഇതാണ് നമ്മുടെ നോർമലി OPS എക്സാമിൽ വരുന്നത്. സോ പ്രോഗ്രാംസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്ര ഫോക്കസ് ചെയ്തോളൂ. എല്ലാ ഏരിയാസിലും പ്രോഗ്രാംസ് നല്ലോണം ഫോക്കസ് ചെയ്തോളൂ. പിന്നെ തിയററ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതും കൺസെപ്റ്റ് എന്തായാലും പഠിച്ചോളൂ. നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ ആവശ്യം വരുന്ന സാധനങ്ങൾ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ OPS എക്സാം. സോ ഇതുവരെ നിങ്ങളുടെ എക്സാമുകളിലെല്ലാം നമ്മുടെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. സോ ദാറ്റ് മെയ്ഡ് മീ an inspiration to create videos for you again and again. Okay. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് BTechify. നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ കണ്ടന്റ്സ് വരുന്നതാണ്. നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് ഏരിയാസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട BTechലുള്ള ആവശ്യകരമായ കാര്യങ്ങൾ, നിങ്ങളുടെ സിലബസ്, KTU ബേസ്ഡ് സെഷൻസ് എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ലോഡിംഗ് സൂൺ. So please do subscribe. Thank you for watching this video. All the best for your examination. And this is me, Alan Joseph, signing.